പുറത്തുവന്നു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പുതിയ സാമ്പത്തിക വർഷമാണ് ഇന്നു മുതൽ മാർച്ച് 31-ന് 2024-25 സാമ്പത്തിക വർഷം അവസാനിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നതോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരികയാണ്. സംസ്ഥാനത്തെ ഭൂനികുതി സ്ലാബുകളും കോടതി ഫീസുകളും ഇന്നു മുതൽ വർദ്ധിക്കും. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ നികുതിയും കൂടും. ATM-ൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ഇനി അധിക ചാർജ് നൽകേണ്ടതായി വരും. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, ഇന്നു മുതൽ ചില സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മാറ്റം വരികയാണ്. ഒരുപക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ കാര്യങ്ങൾക്കൊക്കെ പൈസ കൂടുന്നുണ്ട്. മറ്റെന്തൊക്കെ മാറ്റങ്ങൾ ഇന്നു മുതൽ വരുന്നുണ്ട്? ദേശീയ തലത്തിൽ നോക്കിയാൽ നമുക്ക് കേന്ദ്ര ബജറ്റ് പ്രകാരം ഇന്നു മുതൽ ടാക്സ് ഇല്ലാതാവുന്നുണ്ട്. 12 ലക്ഷം വരെ സാലറി വാങ്ങുന്നവർക്ക് ഇന്ന് ടാക്സ് ഇല്ലാതാവുന്ന ദിവസമാണ്. പക്ഷേ സംസ്ഥാന ബജറ്റിലേക്ക് വന്നാൽ കുറച്ച് ചെലവേറുന്ന പരിപാടികളും ഉണ്ട് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീജ. കാരണം സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള നികുതി വർധനകൾ തന്നെയാണ് ഈ പുതിയ സാമ്പത്തിക വർഷം വരുമ്പോൾ കാത്തിരിക്കുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ വരുമാന പരിധിയിലേക്കുള്ള ഇളവ് 12 ലക്ഷം എന്ന് പറയുന്നതിലൊക്കെ വരുന്ന ഇളവുകൾ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വാഹന നികുതി, അത് ഈ 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതിയായി 1350 രൂപ ചുമത്തപ്പെടും. ഇതിൽ തന്നെ 750 കിലോ വരെയുള്ള സ്വകാര്യ കാറിന് 9600 രൂപയാണ്. ഇത് 6400 രൂപയായിരുന്നു. സാധാരണക്കാരെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, വലിയ വർധന എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ 750-ന് മുകളിലേക്കുള്ള വാഹനമാണെങ്കിൽ, കാറാണെങ്കിൽ 1500 കിലോ വരെയുള്ള വാഹനമാണെങ്കിൽ 12900 രൂപയാണ്. അത് 8600 രൂപയായിരുന്നതാണ് ഈ 12900. 100 രൂപയോട് ചേർന്നാൽ 13000 രൂപ എന്ന ഒരു തുകയിലേക്ക് എത്തും. കാറുകൾ 1500 കിലോയ്ക്ക് ഉള്ളതാണെങ്കിൽ 15900 രൂപയാണ്. 10600 രൂപയായിരുന്നതാണ് ആ നിലയ്ക്ക് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഭൂനികുതിയിൽ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ എല്ലാ കാലത്തും നടക്കുന്ന കാര്യമാണ്. ഭൂനികുതിയിൽ 50% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഭൂമിയുടെ അളവനുസരിച്ച് സ്ലാബ് അടിസ്ഥാനത്തിലാണ് വർധന. ഒരു ആറിന്, അതായത് 2.47 സെന്റ് 2.5 രൂപ മുതൽ 15 രൂപ വരെ വർദ്ധിക്കും. 23 കോടതി ഫീസുകളും വർദ്ധിക്കും. സഹകരണ ബാങ്കുകളുടെ മറ്റ് സർവീസുകളുണ്ട്, അതിനെല്ലാം തന്നെ നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ചില ആനുകൂല്യങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധയിൽ 3% വർധന വന്നിട്ടുണ്ട്. അത് ഏപ്രിലിലെ ശമ്പളം മുതലാണ്. ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനത്തിൽ 5% വർധനയും ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പയിൽ 2% പലിശ ഇളവും വന്നിട്ടുണ്ട്. ഈ തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ സേവനം മുടങ്ങിയാൽ നഷ്ടപരിഹാരം എന്ന ഒരു പുതിയ കാര്യം കൂടി വന്നിട്ടുണ്ട്. 24 മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ട്രായ് നിർദ്ദേശം പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. തത്തുല്യമായ ദിവസത്തെ വാലിഡിറ്റി തനിയെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ആ തരത്തിലുള്ള ചില നീക്കങ്ങൾ, അത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ്. മറ്റൊന്ന്, കാർ വില കൂടും എന്നതാണ്. സാധാരണ വാഹന വിപണി ശക്തമായ ഒരു സ്ഥലമാണ് കേരളം. ഇടത്തരം കുടുംബങ്ങളെല്ലാം തന്നെ ഈ വാഹനങ്ങൾ, കാർ വാങ്ങുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. മാരുതി, ടാറ്റ മോട്ടോഴ്സ്, കിയ, ഹുണ്ടായി, ഹോണ്ട, റെനോ, BMW, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുടെ കാറുകൾക്ക് ഈ മാസം മുതൽ കൂടുന്നത് 2 മുതൽ 4% വരെയാണ് വിലവർധന ഉണ്ടാവുക എന്നത്. അത് വാഹന വിപണിയെ എങ്ങനെ ബാധിക്കും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള ചില കാര്യങ്ങൾ കൂടിയുള്ള നിർദ്ദേശങ്ങൾ കൂടി നേരത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പ്രാബല്യത്തിൽ വരികയാണ്. വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വരുമാനം ബിസിനസ് വരുമാനമാണെന്ന് കാണിച്ചുള്ള നികുതി വെട്ടിപ്പ് ഇനി ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ ഇൻകം ഫ്രം ഹൌസ് പ്രോപ്പർട്ടി എന്ന ITR ഹെഡിലാണ് ഈ വരുമാനം കാണിക്കേണ്ടത്. അത് ആ നിലയ്ക്ക് തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഖജനാവിലേക്ക് കൂടുതൽ തുക എത്തും. നികുതി വർധന തന്നെയാണ് പ്രധാനമായും നമുക്ക് ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ പല കാര്യങ്ങളിലും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീജ, വിനോദ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒരു വാർത്ത